പക്ഷെ എനിക്ക് ഏറ്റവും എന്നെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നത് ഹിമാലയമാണ്. ഇത്ര കണ്ടാൽ 4 പ്രാവശ്യം ഹിമാലയ യാത്ര പോയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ യാത്ര ഒന്ന് ഈ 103 വയസ്സുണ്ട് ഈ സന്യാസിക്ക്. അംബികാനന്ദ 103 വയസ്സുണ്ട്. സ്വാമിയോടൊപ്പമാണ് എൻ്റെ യാത്ര. വല്ലാത്തൊരു അനുഭവമാണ്. ഇങ്ങനെ ലോകത്തെവിടെയെങ്കിലും നദിയെ പൂജിക്കുന്ന സ്ഥലമാണ് അത് ഭാരതത്തിന് മാത്രം. അറിയേണ്ടതാണ്. തപ്തകുണ്ടങ്ങൾ, ചൂടുവെള്ളം കിട്ടുന്ന ഉറവകളുണ്ട്, ധാരാളം ഉറവ. ചൂടുവെള്ളം കിട്ടും. പ്രകൃതി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള. പ്രകാശ് നേരെ ആ ചൈനയുടെ ഭാഗത്തേക്ക് നോക്കിയിട്ട് അങ്ങോട്ട് അവരൊരു പച്ച വെളിച്ചം കാണുന്നുണ്ടോ? ജ്ഞാനദൃഷ്ടി, അതിങ്ങനെ 3-ാം കണ്ണ് തുറന്നു വരുന്ന വെളിച്ചമാണ് കാണുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ചേട്ടാ നമസ്തേ. നമസ്തേ. ഒരു ഇന്ത്യയിൽ പല ഭാഗത്തും ചേട്ടൻ യാത്രകൾ നടത്തിയിട്ടുണ്ട്. യാത്രകളൊരു വല്ലാത്ത അനുഭവമാണ്. നമ്മൾ വായിക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു കൂടുതൽ അറിയാൻ പറ്റുന്നൊരു, നേരിട്ട് നമ്മുടെ ഈ ശരീരം ആ സ്ഥലത്ത് നിന്ന് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് അറിയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ചേട്ടൻ യാത്ര ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, അവിടുത്തെ അനുഭവം എന്തായിരുന്നു? ഓരോ യാത്രകളും വ്യത്യസ്ത അനുഭവങ്ങളാണ് തരിക. അതെ. ഇപ്പം കോവളം കടൽ തീരത്ത് പോയി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു അനുഭവമായിരിക്കത്തില്ല ബരുത്താമലെ പോയാൽ കിട്ടുന്നത്. അത് യാത്രികൻ്റെ ഒരു സവിശേഷതയാണ്, യാത്രികൻ്റെ താല്പര്യമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും എന്നെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നത് ഹിമാലയമാണ്. ഇത്ര കണ്ടാൽ 4 പ്രാവശ്യം ഹിമാലയ യാത്ര പോയിട്ടുണ്ട്. എത്ര കണ്ടാലും മതി വരാത്ത, വീണ്ടും 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 പോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഹിമാലയ യാത്ര. ആ ഹിമാലയ യാത്ര അതിൻ്റെ അപാരമായിട്ടുള്ള ഒരു പ്രകൃതിയുടെ വലിയ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു തേജസ് കാണാൻ സാധിക്കും. ഞങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ചേട്ടന് സർക്കാർ സർവീസിലായിരുന്നു. അപ്പം ആ സർവീസ് ഇരുന്ന സമയത്തും ചേട്ടന് പോകാൻ പറ്റി. ഇപ്പോൾ പെൻഷനായി, ഇപ്പോൾ സ്വതന്ത്രമായിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. എങ്ങനെയായിരുന്നു ആദ്യത്തെ യാത്ര? ആദ്യ യാത്ര എനിക്ക് ഹിമാലയ യാത്രയെക്കുറിച്ചാണെങ്കിൽ ഞാൻ വിവാഹത്തിന് മുമ്പ് പല പ്രാവശ്യം ആലോചിച്ചിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് പോകാനൊരു പിടിയുണ്ട്. അങ്ങനെ അംബികാനന്ദ സ്വാമി എന്ന് പറയുന്ന ഗുരുനാഥനെ കണ്ടെത്തി തമിഴ്നാട്ടിൽ. അദ്ദേഹത്തിനോടൊപ്പം ആണ് ആദ്യത്തെ ഹിമാലയ യാത്ര. 1999 ആ ഹിമാലയ യാത്ര എനിക്ക് ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപക്ഷെ മനുഷ്യൻ വിശ്വസിക്കാത്ത കുറേ അനുഭവങ്ങളുടെ ഒരു കലവറ തന്നെ. അതെ അതെ. 30 ദിവസത്തെ യാത്രയാണ് അതിനകത്ത് പോയത്. തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ പോയി ഡൽഹിയിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ബസ്സിലാണ് യാത്ര. അവർ തന്നെ ഫുഡും എല്ലാം അവർ തന്നെയാണ് തരുന്നത്. നമ്മളൊരു പാക്കേജായിട്ടാണ് പോകുന്നത്. അന്ന് 15,500 രൂപയാണ്. അതിപ്പോൾ 60,000 രൂപയായി. അപ്പോൾ അന്നത്തെ യാത്ര ഒന്ന് ഈ 103 വയസ്സുണ്ട് ഈ സന്യാസിക്ക്. അംബികാനന്ദ 103 വയസ്സുണ്ട്. സ്വാമിയോടൊപ്പമാണ് എൻ്റെ യാത്ര. സ്വാമിയുടെ ഒരു പരിചരണത്തിന് എന്നെയാണ് നിയോഗിച്ചത്. സ്വാമിയോടൊപ്പം കിടന്നുറങ്ങുക, സ്വാമിക്ക് ഭക്ഷണം കൊടുക്കുക. അദ്ദേഹം വളരെ ഒരു 2 ടീസ്പൂൺ ചോറോ അല്ലെങ്കിൽ ഒരു പേരക്കയുടെ ചെറിയ കഷ്ണമൊക്കെ കഴിക്കാറുണ്ട്. ശകലം പാൽ, ഇതൊക്കെയാണ് കഴിക്കാറുണ്ട്. ഈ കൊടിയ തണുപ്പിലും വലിയ ഭീകരമായ തണുപ്പാണ് അമർനാഥ് എവിടെയൊക്കെ എത്തുമ്പോൾ, നമ്മുടെ ഹിമാലയത്തിൻ്റെ ഉയരങ്ങളിലെത്തുമ്പോൾ. പക്ഷെ സന്യാസി എപ്പോഴും, സ്വാമി എപ്പോഴും മുട്ടോളത്തുനിന്നൊരു ഹാഫ് മുണ്ട് മാത്രമാണ് സ്വാമി കൊടുക്കാറുള്ളത്. ഒരു പുതപ്പ് പോലും പുതയ്ക്കാറില്ല, ഒരു ടീഷർട്ട് ഇടാറില്ല, ഒന്നുമില്ല, ഷർട്ടില്ല. നമ്മളൊക്കെ കാലും കയ്യും എല്ലാം പൊതിഞ്ഞു വെച്ച് മുഖം കണ്ണ് മാത്രം പുറത്ത് കാണത്ത രീതിയിൽ, ബാക്കിയെല്ലാം കവേർഡാണ് എല്ലാവരും, എല്ലാ യാത്രക്കാരും. പക്ഷെ സ്വാമി മാത്രം അതൊന്നും ചെയ്യാറില്ല. അത് തന്നെ ഒരു അനുഭവമാണ്. പിന്നെ ഹരിദ്വാറിലെ ആ ഗംഗാ പൂജ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് വിവരിക്കാനാവാത്ത ഒരു തരം താല്പര്യം, സന്തോഷമാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് നിന്നിട്ട് ആ സന്ധ്യ ആരതി നടത്തുന്നത് അത് വല്ലാത്തൊരു അനുഭവമാണ്. ഇങ്ങനെ ലോകത്തെവിടെയെങ്കിലും നദിയെ പൂജിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അത് ഭാരതത്തിന് മാത്രമാണ്. നദീപൂജ, നദി നമുക്ക് മാതാവാണ്. അതുകൊണ്ട് ഗംഗാമാതാവിനെ ആരാധന ചെയ്യുന്ന കാഴ്ച കാണാൻ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ വന്നു നിൽക്കും. അവരെല്ലാം മൺചിരാതിൽ ഏകദേശം ഇത്ര ഉയരത്തിൽ പൊക്കി കത്തുന്ന ആ ഒരു കർപ്പൂര ദീപം, അതിങ്ങനെ മുഖ്യ പുരോഹിതന് ആ കർപ്പൂര ദീപം കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ കൂടി നിൽക്കുന്ന ആളുകളെല്ലാം അവരുടെ കയ്യിൽ കരുതിയില്ല മൺചിരാതുകൾ ഇങ്ങനെ ഗംഗയിലേക്ക് ഒഴുക്കും. അതിങ്ങനെ ഒഴുകിപ്പോകുന്ന കാഴ്ച അത് പറഞ്ഞറിയിക്കാനാവാത്ത, അത് അനുഭവിക്കേണ്ട, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കേണ്ട ഒരു വലിയ കാഴ്ചയാണ്. അപ്പോൾ ഹരിദ്വാർ
അവിടെയാണ് ഗംഗാനദി സമതലത്തിൽ പ്രവേശിക്കുന്നത്. അതുവരെ ഗംഗ വരുന്നത് ഹിമാലയത്തിൻ്റെ ഇടയിലൂടെയാണ്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ സമതലത്തെത്തുന്നു. മായാപുരി എന്നാണ് ഹരിദ്വാറിൻ്റെ പഴയ പേര്. അപ്പം മായാപുരി, ഹരിദ്വാർ, അപ്പോൾ ദ്വാരം തന്നെ കവാടം എന്നർത്ഥം. അപ്പം മായാപുരി, മായാ കവാടം, അവിടുന്ന് ആണ് നമുക്ക് മുകളിലോട്ട് ഋഷികേശിലേക്ക് പോകേണ്ടത്. ഋഷികേശിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ലക്ഷ്മൺ ജൂല പാലമുണ്ട്. ഒരു പക്ഷേ ഹിന്ദി സിനിമയിലൊക്കെ കാണിക്കാമോ, പല ഗംഗയ്ക്ക് കുറുകെയുള്ളൊരു വലിയ പാലം. അവിടെയാണ് മലയാളി സന്യാസിമാരായിട്ട് നമ്മുടെ ചിന്മയാനന്ദ സ്വാമിയൊക്കെ പഠിച്ച, അല്ലെങ്കിൽ ചിന്മയാനന്ദ സ്വാമിയൊക്കെ സന്യാസം സ്വീകരിച്ച ആശ്രമമൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അവർ പറഞ്ഞു കേൾക്കുന്നത് ഈ ആശ്രമത്തിൻ്റെ 2 പടികളിലായിട്ട് ശിവാനന്ദ സ്വാമിയും ശിഷ്യന്മാരും ഒരു ഭാഗത്തിരിക്കും, മറുഭാഗത്ത് ചിന്മയാനന്ദ സ്വാമികളൊക്കെ ഇരിക്കുമെന്നാണ്. എന്നിട്ട് അവരിങ്ങനെ സന്ധ്യയ്ക്ക് ഭജന നടത്തും. അത് കേൾക്കാൻ 100 കണക്കിന് ആളുകൾ കൂടും. അപ്പം പക്ഷിയും മയിലുകളും അതുപോലെ തന്നെ മൃഗങ്ങളും മാനും എല്ലാം വന്ന് ഇവരടുത്ത് നിൽക്കുന്നതാണ്. ആ ശബ്ദമാധുര്യം കേട്ട് കേൾക്കാൻ ശിവാനന്ദ സ്വാമികളുടെ ഒരു അനുഗ്രഹീതമായ, അദ്ദേഹത്തിൻ്റെ ശരീരം പോലെയല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരുപാട് 100 കണക്കിന് ആളുകളുടെ പിന്നെ എന്താ പറയുക അകക്കണ്ണ് കയറി വെളിച്ചം കൊടുത്ത ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് നമ്മുടെ ഇദ്ദേഹമൊക്കെ ചിന്മയാനന്ദ സ്വാമി. അപ്പം അവിടെ വലിയ ഒരു താല്പര്യം, വലിയൊരു സന്തോഷം തോന്നാൻ ഇതുണ്ട്. ആ ഗംഗയുടെ കുറുകെ നമുക്ക് നടന്നിങ്ങനെ പോയിട്ട് ഈ മറുകരയിൽ ധാരാളം കച്ചവട കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റോസാതളം, പനനീർ റോസാപ്പൂവൊക്കെ ഇട്ട് ഉണ്ടാക്കി തേനിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലേഹ്യം കിട്ടും. ഭയങ്കര അപാരമായ മധുരമാണ്. അങ്ങനെയുള്ള പ്രത്യേക സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. അത് കഴിഞ്ഞാൽ നമുക്ക് യാത്ര പോകണം. മുകളിലേക്ക് ഹിമാലയത്തിന് തുടക്കം ആയി കഴിഞ്ഞു, ഹരിദ്വാർ എത്തിക്കഴിഞ്ഞാൽ. പിന്നെ അവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ബദ്രീനാഥിലാണ് നമ്മൾ സാധാരണ ആദ്യം എത്തുക. ബദ്രീനാഥിലെ യാത്ര, ബദ്രീനാഥിലെത്തി നമ്മുടെ ചുണ്ടൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ട് പോകുന്ന യാത്രക്കാർക്ക് ചുണ്ടൊക്കെ പൊട്ടിപ്പോവും. ഭീകരമായ തണുപ്പാണ്. അപ്പോഴും ഈ സന്യാസി എപ്പോഴും ശരിക്കും നമ്മുടെ കൂടെ വിവേകാനന്ദ എപ്പോഴും പകുതിമുണ്ട്, ചിലപ്പം ഒരു ഷാള പുതച്ചല്ല, അല്ലെങ്കിൽ അതുമില്ല. അദ്ദേഹമാണ് നഗ്നവാദനാണ്. അപ്പോൾ അവിടെ ഇറങ്ങുമ്പോൾ ഈ ചെരുപ്പ് വണ്ടിയിലിട്ടിട്ട് ആദ്യമായിട്ട് കരയിലിറങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ, മണ്ണിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ തീക്കനൽ ചോട്ടി ഒരു പ്രതീതിയാണ്. പെട്ടെന്ന് തിരിച്ച് വണ്ടിക്കകത്ത് കയറി, അത്ര തണുപ്പാണ്. പക്ഷെ അവിടെ 2 പേരെ ശ്രദ്ധിച്ചു, ഒന്ന് സന്യാസിയും സ്വാമിയും, പിന്നെ ഒരു പ്രകാശ് എന്നൊരു യോഗിയുണ്ട്. പ്രകാശ് നമ്മുടെ കൂടെ വന്ന ഫോട്ടോഗ്രാഫറാണ്. പക്ഷെ അദ്ദേഹം 6 മാസം ഹിമാലയത്തിൽ പോയി ഇരിക്കുന്നൊരു കക്ഷിയാണ്. അദ്ദേഹം അതുപോലെ ചെരുപ്പിട്ട് നഗ്നവാദനായിട്ട് ആണ് നടന്നത്. അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് എനിക്ക് വന്നു. ഞാൻ ഷൂസൊക്കെ ഊരി വണ്ടിക്കകത്തിട്ടതുകൊണ്ട് അവിടെ കുളിക്കാതെ അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല. പക്ഷെ എങ്ങനെ കുളിക്കാൻ കൂടും തണുപ്പത്ത്. പക്ഷെ അവിടെ ഭഗവാൻ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു കാര്യം നമുക്ക് അത് അറിയേണ്ടതാണ്. തപ്തകുണ്ടങ്ങളുണ്ട്, ചൂടുവെള്ളം കിട്ടുന്ന ഉറവകളുണ്ട്, ധാരാളം ഉറവ. ചൂടുവെള്ളം പ്രകൃതി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം അവിടെ ഒരു വലിയ ടാങ്ക്, അല്ലെങ്കിൽ ടാങ്ക് മീൻസ് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ഉറവിടം. അവിടെ നിന്ന് ഇങ്ങനെ തിളച്ച വെള്ളം ഒഴുകി താഴേക്ക് എത്തും. 2ാമത്തെ സ്റ്റെപ്പായി, 3ാമത്തെ സ്റ്റെപ്പായി. അപ്പോൾ 3ാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോൾ ചെറിയ ചൂടായിരിക്കും, നമുക്ക് അവിടെ കുളിക്കാൻ പറ്റും. ഇറങ്ങി കുളിക്കുമ്പോൾ ഭയങ്കര ഒരു ആവേശമാണ്. കാരണം ഇതെങ്ങനെയാണത് സയൻസ് പറയുന്നത് പിന്നെ സൾഫറിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് അവിടെ ഇങ്ങനെ വെള്ളം തിളയ്ക്കുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് മാത്രം, ഹിമാലയത്തിലെ ഭക്തന്മാർ പോകുന്ന ഇത് മാത്രം, അതിനെക്കുറിച്ച് ആചാര്യസ്വാമികളെ കുറിച്ച് പറയുമ്പോൾ ശങ്കരാചാര്യര് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി കുളിക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ തപശക്തി കൊണ്ട് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഇത് കേദാറിൽ കാണാം, ബദരിയിൽ കാണാം. ബദരി നമ്മൾ പിന്നെ കുളി കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ നാളികേരമാണ് അവിടുത്തെ പൂജ്യ വസ്തു. അപ്പം ആലോചിച്ച് നോക്കണം, ആ ഭാരതത്തിലെ ഏകതയുടെ ഒരു സ്വരൂപം. നാളികേരം കിട്ടുന്ന കേരളത്തിലെ നാളികേരമാണ്. ആ വടക്ക്, ഏറ്റവും വടക്കുള്ള അത് കഴിഞ്ഞ പിന്നെ ചൈന ടിബറ്റാണ് അവിടെയുള്ള ക്ഷേത്രത്തിലെ പൂജയ്ക്ക് എടുക്കുന്നത്. മാത്രമല്ല അവിടുത്തെ പൂജാരി എന്ന് പറയുന്നത് മലയാളി ബ്രാഹ്മണനാണ്. കണ്ണൂർ ഉള്ള മലയാളി ബ്രാഹ്മണൻ. അവർക്കൊരു പ്രത്യേക വിളിപ്പേര് കൊടുത്തിട്ടുണ്ട്, റാവൽ എന്ന വിളിപ്പേര്. റാവൽ. അപ്പം ഞാൻ ആദ്യം പോയ പിന്നെ സമയത്തുള്ള റാവൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വയംസേവനായിരുന്നു. അദ്ദേഹം അയോധ്യയിലെ കർസേവയ്ക്കൊക്കെ പങ്കെടുത്ത ആളായിരുന്നു. അദ്ദേഹം ആ കർസേവയെക്കുറിച്ചുള്ള ധാരാളം ഫോട്ടോസൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നു. മലയാളി ഞങ്ങൾക്കൊരു 100, 103, 105 പേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പ്രത്യേക ഒരു ദർശന സൗകര്യമൊക്കെ അദ്ദേഹം തന്നു. അദ്ദേഹമായിട്ട് ഒരു രാത്രിയിലൊരു പിന്നെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അവിടെ ഇരുന്ന് സംസാരിച്ചു. വളരെ അടുത്ത്, മൂലവിഗ്രഹത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് തൊഴാനും ദർശനം നടത്താനുള്ള ഭാഗ്യം അങ്ങനെ കിട്ടി. മലയാളി ആയതുകൊണ്ടുള്ള ഒരു സൗകര്യം ചെയ്തു തന്നു. അപ്പോൾ ഈ തപ്തകുണ്ടങ്ങൾ അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല.
അത് ഈ ഹിമാലയത്തിൻ്റെ ഭാഗത്തെല്ലാം എവിടെയൊക്കെ ക്ഷേത്രങ്ങളും മഠങ്ങളും ഉണ്ടോ അവിടെയെല്ലാം ഇത് കാണാൻ സാധിക്കും. ഇത് കാണാൻ സാധിക്കും. കാണുക വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്നത് ഏറ്റവും മനോഹരമായ ദൃശ്യമാണത് ഈ തപ്തകുണ്ടങ്ങളെന്ന് പറയുന്നത്. പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒരു അതെ, മാന്ത്രികം. ബദരി നമ്മൾ പിന്നെ കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ ഈ ബദരിക്ക് മേളിലേക്കാണ് മാന ഗ്രാമം. 3 കിലോമീറ്ററേ ഉള്ളൂ. മാന ഗ്രാമം എൻഡ് ഓഫ് ദി ഭാരതത്തിൻ്റെ അവസാനമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ പ്രവേശനമില്ല, ടിബറ്റാണ്. പക്ഷെ അതുവഴിയായിരുന്നു പണ്ട് കാലത്ത് സന്യാസിമാർ കാൽനടയായിട്ട് കൈലാസത്ത് പോകുമായിരുന്നു. ഒരു കേരളത്തിലെ ഒരു മലയാളി സന്യാസിന് ദാമോദരനോ മറ്റൊന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര്. അദ്ദേഹം ഈ അലുമിനിയം ബോട്ടൊക്കെ ഉണ്ടാക്കി പൊളിച്ചടുക്കി അതിനെ ചുമന്നുകൊണ്ട് പോകുമായിരുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് കൈലാസത്ത് പോയിട്ട് ആ രാക്ഷസാടാകത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുമായിരുന്നു എന്ന് പറയാം. അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എൻ്റെ കൂടെ വന്ന പലരും കണ്ടിട്ടുണ്ട്. അദ്ദേഹം അതുവഴി നടന്നു പോകുമായിരുന്നു. പക്ഷെ ഇപ്പം പിന്നെ അതുവഴി നടന്നു പോകാൻ പറ്റത്തില്ല. അതുവഴി നമുക്ക് 3 കിലോമീറ്റർ മാന ഗ്രാമം, അവസാനത്തെ ഒരു പോസ്റ്റ് ഓഫീസ് കാണാൻ പറ്റും. അവിടെയുള്ള കുട്ടികളൊക്കെയാണ്, നമ്മളെ കുട്ടികളുടെ ഫോട്ടോസൊക്കെ എൻ്റെ കാണാം. ഈ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ചുവന്ന ചാലുകളൊക്കെ കയറി ഭയങ്കര ഭംഗിയാണ് അവരെ കാണാൻ വേണ്ടി. പക്ഷെ അവർക്ക് വേറെ പുറലാകമായിട്ട് യാതൊരു ബന്ധമല്ല, അവിടെ തന്നെയാണ്. അവിടെ സ്കൂളുകൾ വർഷത്തിൽ 6 മാസം സ്കൂളുകൾ പ്രവർത്തിക്കും. അത് കഴിയുമ്പോൾ ഇവർ ഏതെങ്കിലും താഴ്വരയിലേക്ക് പോരും. അപ്പോൾ അവിടെ മാനാഗ്രാമത്തിൽ പോകുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പ്രകാശ് പറഞ്ഞിരുന്നു, നിങ്ങളൊന്നും അന്വേഷിച്ച്, എനിക്ക് എവിടെ പോയാലും ഈ എന്തെങ്കിലും മറ്റാരും കാണാത്ത എന്തെങ്കിലും എനിക്ക് കാണണമെന്നൊരു താല്പര്യമുണ്ട്. അപ്പം അന്വേഷിച്ച് ഇങ്ങനെ ചൂഴ്ന്നു പോകുന്ന സ്വഭാവമുണ്ട്. അപ്പം പ്രകാശ് പറഞ്ഞിരുന്നു, ഒന്നും നോക്കണ്ട. ബദരീനാഥിൽ ചെന്നിട്ട് ഞങ്ങൾ താമസിച്ചത് കാളി കമ്പിളിവാല സ്വാമിയുടെ ആശ്രമമാണ്. എപ്പോഴും പകലും രാത്രിയും എപ്പോൾ നോക്കിയാലും ഒരു കമ്പിളി പുതച്ച് നടക്കുമായിരുന്നു സന്യാസിയായിരുന്നു, കറുത്ത കമ്പിളി. അതുകൊണ്ട് അദ്ദേഹത്തിന് കമ്പിളിവാല എന്ന് വിളിക്കുന്നത്. അദ്ദേഹം സമാധിയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലാണ് താമസിച്ചത്. ആശ്രമത്തിന് 3-ാം നിലയിൽ പ്രകാശ് നേരത്തെ കയറി പോയി. ബാക്കി യാത്രക്കാരെല്ലാം അവരുടെ ബാഗും കൊണ്ടുവച്ചിട്ട് താഴെ പാചകപ്പുരയിൽ വന്നിട്ട് ഈ കഞ്ഞി വയ്ക്കുന്ന സ്ഥലത്തുനിന്ന് കൈ നിവർത്തിപ്പിടിച്ച് തണുപ്പ് മാറ്റാനിരിക്കുകയാണ്, ചൂട് കൊള്ളാൻ വേണ്ടി ഇരിക്കുകയാണ്. പ്രകാശ് പോയപ്പോഴത്തേക്ക് ഞാനും കൂടി പോയി. പ്രകാശ് നേരെ ആ ചൈനയുടെ ഭാഗത്തേക്ക് നോക്കിയിട്ട് അങ്ങോട്ട് അവരൊരു പച്ച വെളിച്ചം കാണുന്നുണ്ടോ എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായി, എന്താണിത്? 2 പച്ച വെളിച്ചം ഇങ്ങനെ അടുത്തടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ച ആ യാത്രയിൽ എൻ്റെ കൂടെ നമ്മുടെ മഞ്ജു വെള്ളായണി എന്നൊരു കവിയുണ്ട്, കേരളകൗമുദിയുടെ എഡിറ്ററായി മഞ്ജു വെള്ളായണി. അദ്ദേഹമുണ്ട്. പക്ഷെ അദ്ദേഹം താഴെ കിടന്നുറങ്ങുകയാണ്, മുറിയിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ കൂടി കാട്ടിക്കൊടുക്കണം. ഞാൻ നേരെ താഴെ വന്ന് ഈ മഞ്ജു വെള്ളായണിയെ വിളിച്ചുണർത്തി. ഈ സുഭാഷിതൻ എന്നൊരു അധ്യാപകനുണ്ട്, അദ്ദേഹത്തെ വിളിച്ചുണർത്തി നേരെ മേളിലെത്തിയപ്പോഴത്തേക്ക് ഈ കാഴ്ച കാണുന്നില്ല. പ്രകാശ് എൻ്റെ അടുത്ത് ഇങ്ങനെ വലിയ ഗൗരവത്തിൽ മൗനം പാലിച്ചിരിപ്പുണ്ടായിരുന്നു. ഇവർ വന്ന് പോയി. പിറ്റേ ദിവസം പ്രകാശ് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് കാണാനുള്ളതെല്ലാം അർഹതയുണ്ടെങ്കിൽ കാണും, അല്ലാത്തൊന്നും ആരെയും കാണിക്കാൻ നിൽക്കണ്ട. നിനക്കുള്ളതെല്ലാം നിനക്കാണ്, എനിക്കുള്ളതെല്ലാം എനിക്കാണ്. കിട്ടുന്ന അനുഭവങ്ങളൊക്കെ വെച്ചു. അനുഭവങ്ങൾ അങ്ങനെ വിളിച്ച് കാണിക്കാനും എന്നുള്ളതൊന്നുമല്ല എന്ന് പറയും. പിന്നെ ഞാൻ ചോദിച്ചു, എന്താണ് അത്? വയസ്സ് എത്രയെന്ന് അറിയിക്കാൻ പറ്റാത്ത 600, 700, 800, 900 ഒക്കെ വയസ്സുള്ള സന്യാസിമാരിങ്ങനെ പൊക്കം കുറഞ്ഞ് ഇങ്ങനെ ഈ വിരലോളം വലിപ്പമുള്ള ആളുകളായിട്ട് ഇരിപ്പുണ്ട് അവിടെ ഹിമാലയത്തിലുണ്ട്. അവരുടെ ഈ ഇതുണ്ടല്ലോ ജ്ഞാനദൃഷ്ടി, അതിങ്ങനെ 3-ാം കണ്ണ് തുറന്നു വരുന്ന വെളിച്ചമാണ് കാണുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. അങ്ങനെ പറഞ്ഞു തന്നു. പിന്നെയാണ് പിറ്റേന്ന് മാനാഗ്രാമത്തിലേക്ക് പോയത്. മാനാഗ്രാമം ചെല്ലുമ്പോഴേ അവിടെ ഗണപതി ഗുഹ കാണാം, വ്യാസഗുഹ കാണാം. മഹാഭാരത രാമായണമൊക്കെ എഴുതി അവിടെ വെച്ചാണ്, അറിയാമല്ലോ, വ്യാസം പറഞ്ഞു കൊടുത്തിട്ട് ഗണപതിയെ കുറിച്ച്. പിന്നെ അവിടെ ഒരു വസുന്ധര വെള്ളച്ചാട്ടം കാണാം. വസുന്ധര വെള്ളച്ചാട്ടം ഇന്ന് നമുക്ക് കുറച്ച് ദൂരം പിന്നെ പോകുമ്പോഴത്തേക്ക് മേളിലോട്ട് നോക്കി വസുന്ധര വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നമുക്ക് പോകാൻ കഴിയില്ല, അത് ടിബറ്റിൻ്റെ ഏരിയയിലാണ്. ടിബറ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞിങ്ങനെ പുതച്ച് കിടക്കുക, ഏത് സമയവും മഞ്ഞ് പുതച്ച് കിടക്കുകയാണ്. അവിടെ ഹിമക്കരടികളുണ്ട് എന്നാണ്, മനുഷ്യനെയൊക്കെ നരഭോജികളായിട്ടുള്ള ഹിമക്കരടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് ആരും പോകാറില്ല. പണ്ട് സന്യാസിമാർ നടന്നു പോകുമായിരുന്നു. നമ്മുടെ ശ്രീശ്രീ ഉണ്ടല്ലോ, രവിശങ്കറല്ല, തിരുവനന്തപുരത്ത് മറ്റൊരു സന്യാസി ശ്രീശ്രീ അല്ല, ഞാൻ പിന്നെ പേര് ഓർക്കുമ്പോൾ പറയാം. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ അനുഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. ശ്രീ എമ്മിൻ്റെ പുസ്തകത്തിൽ പിന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വസുന്ധര വെള്ളച്ചാട്ടം നമുക്ക് പോകാൻ പറ്റില്ല. അതിൻ്റെ അടുത്ത് മറ്റൊരു വെള്ളച്ചാട്ടം ഇങ്ങനെ കാണാം. നമ്മുടെ ഭാഗത്ത് ഒരു ഭീമാകാരമായ പാറ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഭീമൻ പാറ എന്നാണ് വിളിക്കുന്നത്. അതായത് പണ്ട് ഇവരുടെ വനവാസകാലത്ത് അതുവഴി പോയ സമയത്ത് ഈ മറികടക്കാൻ കഴിയാത്തതോടെ ഭീമൻ വലിയൊരു കല്ലെടുത്ത് വെച്ചിട്ട് കൂടെയുള്ള യാത്രക്കാരെ കൊണ്ടുവന്നു എന്നാണ് സങ്കല്പം. ഭീമൻ പാറ ഒരു പ്രത്യേകത, അത് നമ്മുടെ സരസ്വതി നദി എന്നാണ് പറയുന്നത്. ഈ
മഴവെലിൻ്റെ നിറത്തോടു കൂടി ഇങ്ങനെ പർവ്വതത്തിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരുന്നു. ഒരു ഭയങ്കര കുതിച്ചു വയലാണ് ആ സ്ഥലത്ത്. പക്ഷെ ഒരു 10-30 മീറ്റർ പോയി കണ്ട് പിന്നെ അത് കാണത്തില്ല, വെള്ളം കാണത്തില്ല. അത് ഭൂമിക്കടിയിലൂടെ അന്തര്യാമിയാണെന്നാണ് പറയുന്നത്. സരസ്വതി നദി മണ്ണിനകത്ത് ഭൂമിയിൽ താന്നുപോയല്ലോ. അപ്പോൾ സരസ്വതി നദിയുടെ ഉത്ഭവം ഇവിടെയാണെന്ന് പറയുന്നു. എന്തായാലും നമുക്കൊരു 8-10 മീറ്റർ ഈ വെള്ളം ഇങ്ങനെ മഴവെലിൻ്റെ നിറത്തോടു കൂടി ഭൂമി പിളർന്നിങ്ങനെ കുതിച്ചു പായുന്ന പോലെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അത് വലിയൊരു കാഴ്ചയാണ്. എന്തായാലും ഇത്തരം കാഴ്ചകൾ കണ്ടു. നേരത്തെ പറഞ്ഞു ഭീമൻ വച്ച അത് നമ്മൾ തിരുവനന്തപുരത്തും പല ഭാഗങ്ങളിലും പാണ്ഡവരുടെ ഒരു സാന്നിധ്യം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടില്ലേ, ഈ ട്രിവാൻഡ്രത്തും ഉണ്ട് പാണ്ഡവർ വന്നിട്ടുണ്ടെന്നുള്ള ചരിത്രമുണ്ട്, ഹിമാലയത്തിലും വന്ന ചരിത്രം പറയുന്നു. ഇവർക്ക് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ പറ്റുന്നു? അല്ല, ഇതാണ് ഭാരതത്തിലെ ഓരോ തരം മണ്ണും നമ്മൾ പവിത്രമാണോ എന്ന് പറയാൻ കാരണം എല്ലാ സ്ഥലത്തും ഈശ്വര അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ പാദസ്പർശം പതിഞ്ഞ സ്ഥലമാണ്. ഇപ്പോൾ ഹിമാലയത്തിന് 2 ശിഖരങ്ങളാണ്, കേദാർനാഥും ബദരീനാഥും. ബദരീനാഥിൽ പൂജ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കേദാർനാഥ് ശങ്കരാചാര്യ സ്വാമികൾ കേദാർനാഥിൽ പോണത്. ഇന്ന് നമുക്ക് ഇത്രയും ആധുനിക സൗകര്യങ്ങൾ ഉണ്ടായപ്പം പോലും ഒരു പകൽ മുഴുവൻ വാഹനത്തിൽ യാത്ര ചെയ്താലേ കേദാറിൽ നിന്ന് ബദരിയിൽ വരാൻ സാധിക്കൂ. പക്ഷെ അദ്ദേഹം സന്ധ്യാപൂജയും അത്താഴപൂജയൊക്കെ നടത്തുന്നത് ഇവിടെ നടത്തിയിട്ട് അപ്പുറത്ത് പോകുന്നു. എങ്ങനെ പോകുമായിരുന്നു? അതെന്താണ് അവർക്ക് ആകാശമാർഗം സഞ്ചരിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു. ഗഗനാചാരികളായിരുന്നു. അവർക്ക് നല്ല കരുത്തുണ്ട്. ശങ്കരാചാര്യ സ്വാമികൾ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി അമ്മയെ കാണാൻ വരുന്നതും അങ്ങനെയാണെന്നല്ലോ. കേരളത്തിലേക്ക് വരുന്നത് അങ്ങനെയാണല്ലോ. ഹൈദരാബാദിനും ഇന്നത്തെ ആന്ധ്രാപ്രദേശിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഓർമ്മ വരുന്നതും അമ്മ വളരെ ആവശ്യമായി കിടക്കുകയാണെന്ന് തോന്നുന്നതും. അങ്ങനെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് എനിക്ക് അമ്മയെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ ആകാശമാർഗം ഇവിടെ വന്നു എന്നാണ് സങ്കല്പം. അപ്പം അതുകൊണ്ട് പിന്നെ അത് അനുഭവിച്ചറിഞ്ഞ ആളുകൾ എഴുതിയ പുസ്തകമുണ്ട്, യോഗിയുടെ ആത്മകഥ. ഒരു യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകം വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ 10,000-കണക്കിന് വർഷം ജീവിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഏകദേശം 600 വർഷം ജീവിച്ചിരുന്ന ആളിനെ ഈ യോഗിയെ തന്നെ കണ്ടിട്ടുണ്ട്. 600 വർഷം അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ കണ്ട ആളിനെ തന്നെ അച്ഛൻ കണ്ട ആളിനെ തന്നെ ഇദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള നമുക്ക് മനുഷ്യന് മനസ്സിലാക്കാൻ ഇന്ന് ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത, ശാസ്ത്രബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ അളക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നിഗൂഢത ഇന്നും ഈ ഹിമാലയം പേറുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും ഇത്തരം ഒരു എപ്പിസോഡ് പ്രേക്ഷകർക്കും എനിക്കും ഭയങ്കര പ്രചോദനം നൽകുന്നു. വീണ്ടും അവിടെയൊക്കെ കാണുവാനുള്ള ഒരു ആഗ്രഹം ഏറുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കാൻ ഈശ്വരൻ സഹായിക്കട്ടെ. അവിടെയൊക്കെ പോകണം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെയൊക്കെ പോകണം. ഹിമാലയത്തിൽ ആ പാദസ്പർശം വെക്കണം. ശിവഭൂമിയാണ് ഹിമാലയം മുഴുവൻ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് പോകണം. അവിടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രാവശ്യം പോകണമെന്ന് തോന്നും.